ഹലോ, നല്ല നമസ്കാരം. നവ്യ നായർ, സൗബിൻ ഷാഹിർ പ്രധാന വേഷത്തിലെത്തിയ രത്തീന സംവിധാനം ചെയ്ത പാതിരാത്രി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പാതിരാത്രിയിലെ സീൻ പിടുത്തം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ മെയിൻ പ്ലോട്ട് നോക്കുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിൽ വികസിക്കുന്ന ക്രൈം ത്രില്ലറാണ് പാതിരാത്രി. SI ജാൻസിയും കോൺസ്റ്റബിൾ ഹാരിഷും ഒരു രാത്രിയിൽ പെട്രോളിങ്ങിനിടയിൽ കാട്ടിൽ സംശയാസ്പദമായിട്ടുള്ള ഒരു കാർ കാണുന്നു. കാറിൽ നിന്നും ഇറങ്ങി ഓടിയ അൻസാരി എന്ന വ്യക്തി ഒരു ചതുപ്പ് നിലത്തെ കുഴിയിൽ വീഴുകയാണ്. എന്നാൽ വ്യക്തിപരമായ പ്രശ്നങ്ങളാൽ വലഞ്ഞിരിക്കുന്ന ജാൻസി ആ കുഴിയിൽ വീണ ആളെ രക്ഷിക്കാൻ തുനിയുന്നില്ല. പിറ്റേന്ന് അൻസാരി കൊല്ലപ്പെട്ടു എന്ന് അറിയുകയും ഇത് റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ജാൻസിയും ഹാരിഷും സസ്പെൻഷനിലാവുകയും തുടർന്ന് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ അവർ നടത്തുന്ന അന്വേഷണവുമാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. 2014 കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നടന്ന ചില ക്രൂരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ സിനിമ. പവർഫുള്ളായിട്ടുള്ള വ്യക്തികൾ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതും പോലീസ് അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള കഥാതന്തു, രാഷ്ട്രീയ സ്വാധീനവും പോലീസിന്റെ അഴിമതിയും അതോടൊപ്പം തന്നെ പോലീസിന്റെ പവർഫുൾസും ഈ സിനിമ വളരെ ഗംഭീരമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇതിന്റെ പെർഫോമൻസും ഡയറക്ഷനും നോക്കുമ്പോൾ രത്തീന, പുഴുവിന് ശേഷം രത്തീന സംവിധാനം ചെയ്യുന്ന ഈ സിനിമ, രത്തീന എന്നുള്ള ഒരു പേര് തന്നെയാണ് ഈ സിനിമയെ എനിക്ക് കാണാൻ പ്രേരിപ്പിക്കുന്നത്. മനുഷ്യബന്ധങ്ങളുടെ ഒരു ഷാഡോ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പുഴുവിൽ നന്നായിട്ട് വിജയിച്ചു. അതുകൊണ്ട് തന്നെ ഇതും അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ കറുത്ത മുഖങ്ങൾ, ആ രീതിയിലാണ് ഈ സിനിമയെ അദ്ദേഹം ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ ആ കഥാപാത്രങ്ങളെ, അല്ലെങ്കിൽ തിരക്കഥയിൽ അദ്ദേഹത്തിന് എന്തോക്കെ സംഭവിച്ചു, തിരക്കഥയിൽ എന്തോ സംതിങ് റോങ് ആയിട്ട് അയാൾക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് ജനങ്ങൾ ഒരു ക്രൈം ത്രില്ലറിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഈ രീതിയിൽ ഈ സിനിമയെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ആക്ടേഴ്സിനെ നോക്കുമ്പോൾ നവ്യ നായർ എന്ന് പറയുമ്പോൾ, നവ്യ നായർ പോലീസ് വേഷത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു ശ്രമമാണെന്ന് തോന്നുന്നു. നവ്യയ്ക്ക് ഒരു സെന്റി സാധനങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ഇങ്ങനെയുള്ള ഒരു ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതുവരെയും കാണാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്കത് അങ്ങ് ബോധിച്ചില്ല. കുറേ സെന്റി സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല നാച്ചുറലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പിന്നെ ഷോൾഡർ ചെയ്യാൻ നവ്യയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ സൗബിൻ ഷാഹിർ, ഹാരിഷ് എന്ന് പറയുന്ന കോൺസ്റ്റബിൾ സൗബിൻ നന്നായിട്ട് തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിനും പിന്നെ നവ്യയുടെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ചിലയിടത്ത് ലാസ്റ്റിലൊക്കെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇവർ എന്തിനു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ നെഗറ്റീവിൽ പറയുന്നതായിരിക്കും നല്ലത്. ഷഹനാദ് ജലാൽ ഒരുക്കിയ വിഷ്വലുകൾ, പ്രത്യേകിച്ച് നൈറ്റ് ഷോട്ടുകൾ സിനിമയുടെ ഒരു ത്രില്ലർ മൂഡ് നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജെക്സ് ബിജോയുടെ BGM സിനിമയുടെ ഗംഭീരമായിട്ട് ചില രംഗങ്ങളെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പാട്ടുകൾ ഈ സിനിമയുടെ ഒഴുക്കിനൊരു പ്രശ്നം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതിരുന്നു. നൈറ്റ് സീനൊക്കെ ഗംഭീരമായി ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ആ ഒരു ഏകാന്തത, ആ ഒരു കഥാപാത്രം എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ ഏകാന്തത മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള ആ ഒരു ഇത്. പിന്നെ ക്ലൈമാക്സിലെ ട്വിസ്റ്റ്, അൻസാരിയുടെ ഭാര്യ, പിന്നെ നമ്മുടെ ആൻ ചെയ്ത ക്യാരക്ടർ, അവള് ഗർഭിണിയാണ് എന്നുള്ളത് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. പിന്നെ സാധാരണ പോലീസ് സിനിമകളിൽ കാണുന്ന രീതിയിലുള്ള ഒരു മാസ് രംഗങ്ങളൊന്നും തന്നെ ഇല്ല.
ഒരു റിയലിസ്റ്റിക് ആയിട്ട് ആക്ഷൻ ഹീറോ ബിജു പോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ വിമർശനമാക്കി നോക്കുമ്പോൾ ത്രില്ലർ സിനിമകൾ കാണുന്നവർക്ക് ഇത് ഒരു ഗംഭീര സിനിമയായിട്ട് ഒരിക്കലും തോന്നത്തില്ല. ട്വിസ്റ്റുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇത് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഭാഷാ പ്രയോഗം എന്ന് പറയുന്നത് അച്ചടി ഭാഷ, നാച്ചുറലായിട്ട് സംസാരിച്ചു പോയാൽ മതിയെന്നേ. ഒരു പോലീസുകാരനും പിന്നെ കോൺസ്റ്റബിളും പിന്നെ SIയും പോലീസും ഒക്കെ സംസാരിക്കുന്ന ആ ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു പോയാൽ മതി. ഇത് ഒരുമാതിരി അച്ചടി ഭാഷ സംസാരിക്കുന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് അത് എങ്ങനെ എവിടെ നിന്ന് വന്നു അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഇത് ചെയ്യുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഫാമിലി സംബന്ധമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ കാണിച്ചു പോകുമ്പോഴും ഇവർ തമ്മിലുള്ള ബോണ്ടിങ് ഫസ്റ്റിലെ തന്നെ ഒരുമാതിരി ടോർച്ച് എടുക്കാതെയാണ് പുറത്ത് വരുന്നതെന്ന് പറഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് പിന്നെ നവ്യ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗബിൻ കയറി ചെല്ലുന്നത് അവളുടെ ബെഡിൽ, പിന്നെ ബെഡ്റൂമിനകത്ത് ബെഡിൽ കയറിയിരുന്ന് ആശ്വസിപ്പിന്നെ കെട്ടിപ്പിടിച്ച് ഇത് ചെയ്തിരിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറുന്നു. അതൊക്കെ ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ആകാനുള്ള പ്രധാനമായ കാരണം അത് തന്നെയാണ്. ഇവർ ബോണ്ടിങ് ഉണ്ട്, അതൊരു ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ബോണ്ടിങ് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പിന്നെ അനുമാനിക്കാം. ഇതിനിടയിൽ ഒരു ഊള ഡയലോഗുണ്ട്, നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര ഗംഭീരമാണ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഊള ഡയലോഗ്. അതിൻ്റെ ആവശ്യം തിരിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ ബോണ്ടിങ് ഈ രീതിയിൽ പ്രസന്റ് ചെയ്യേണ്ട കാര്യം തിരിക്കുന്നു. ഇത് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ക്രൈം ട്വിസ്റ്റ് എല്ലാം ഓക്കെയാണ്. പക്ഷേ തിരക്കഥ കയ്യിന്ന് പോയി എന്നുള്ളതാണ് ഈ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. എന്തായിരുന്നാലും ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സാധനം C5 ഇന്നലെ റിലീസായിട്ടുണ്ട്. പറ്റുന്നവർ കാണുക. വെറുതെ സമയം പോക്കാൻ, വെറുതെ ഒരു ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് വെറുതെ ഒരു സമയം പോക്കാനുള്ള ഒരു സിനിമ എന്നതിനപ്പുറം പാതിരാത്രിയിൽ എന്തിനാണ് എത്തി നോക്കിയത് എന്ന് ഒരു ചോദ്യം ബാക്കി വെച്ച് ഞാൻ നിർത്തുന്നു. താങ്ക്